കഴിഞ്ഞില്ല ഇതുവരെ. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ക്ലാസ്സിൽ പാരലൽ ലൈൻസ് പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങുകയും അതിന്റെ ബേസിക് ആയ കാര്യങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ച 2 പാരലൽ ലൈനുകളെ ഒരു ട്രാൻസ്വേഴ്സൽ കൊണ്ടുവന്ന് കട്ട് ചെയ്താൽ ഉണ്ടാകുന്ന 8 ആംഗിളുകളെ 3 ഗ്രൂപ്പ് ആക്കിയൊക്കെ പഠിച്ചായിരുന്നു. ഇതൊക്കെയായിരുന്നു 3 ഗ്രൂപ്പ്. കറസ്പോണ്ടിങ് ആംഗിൾ, ഓൾട്ടർനേറ്റ് ആംഗിൾസ്, കോ ഇന്റീരിയർ ആംഗിൾസ്, ഇത്രയൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ചാപ്റ്ററിലെ ആദ്യത്തെ സെക്ഷനിലേക്ക് പോവുകയാണ്. എന്താണ് സെക്ഷൻ 1ന്റെ പേര്? ഈക്വൽ ഡിവിഷൻ. എന്താണ് നോക്കാം? ഈക്വൽ ഡിവിഷൻ. ഈക്വൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സമം, തുല്യം. ഡിവിഷൻ ഭാഗിക്കുക. ഡിവിഷൻ ഭാഗിക്കുക. ഡിവിഷൻ. അപ്പോ എന്തോ എന്റെ മലയാളം? അല്ലല്ല, ഫസ്റ്റ് ഹെഡിങ് എന്തുവാ പുസ്തകത്തിലെ? പുസ്തകം തുടങ്ങുന്ന ചാപ്റ്റർ തുടങ്ങുന്നിടത്തെ ഹെഡിങ് എന്തുവാ? ഞാൻ ആ ഫോട്ടോ കോപ്പി പുസ്തകത്തിനകത്തോട്ട് വെക്കാം. ഞാൻ പറയുമ്പോൾ മാത്രം വായിക്കാനായിട്ട് എടുക്കാം. നോക്കാം. ആദ്യത്തെ സെന്റൻസ് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്താണ്? വി ഹാവ് ലേൺഡ് മെനി തിങ്സ് അബൌട്ട് പാരലൽ ലൈൻസ്. അതിൽ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ബേസിക് ആയിട്ട് പഠിച്ചത്. ഇങ്ങോട്ട് നോക്കാം. ഞാന് 1, 2, 3, 4, 5 4, 5 നോക്കാം. If a line is drawn perpendicular to the parallel lines are drawn at the same distance apart, the parallel lines cuts the perpendicular lines into equal part. ഒന്നുമില്ല. 1, 2, 3, 4, 5 പാരലൽ ലൈനുകൾ ഞാൻ വരച്ചു. 5 സമാന്തര വരകൾ ഞാൻ വരച്ചു. ഈ വരകൾ ഈക്വൽ ഡിസ്റ്റൻസിലാണ്, തുല്യ അകലത്തിലാണ്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ പറയുവാണ്. ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ അകലം എത്ര സെന്റിമീറ്റർ ആണ്? അകലം എത്ര സെന്റിമീറ്റർ ആണ്? ഇതിലെ അടുത്തടുത്ത എല്ലാ വരകളും തമ്മിൽ എത്ര സെന്റിമീറ്റർ അകലത്തിലാണ്? 2 സെന്റിമീറ്റർ അകലത്തിലാണ്. അത്രയും പേർ കൂടെ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് വരച്ചു? ഒരു ലൈൻ വരച്ചു. എന്ത് വരച്ചു? ഈ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ച ഈ ലൈനിനെ ഈ പാരലൽ ലൈൻസ് ഉണ്ടല്ലോ കട്ട് ചെയ്യും, മുറിക്കും. എങ്ങനെ? ഈക്വൽ പാർട്ടായിട്ട്. എന്ത് പാർട്ടായിട്ട്? അപ്പൊ ഒന്നുകൂടെ 1, 2, 3, 4, 5 പാരലൽ ലൈനുകൾ. ഈ 5 പാരലൽ ലൈനുകൾ എങ്ങനെയാണ് വരച്ചിരിക്കുന്നത്? ഈക്വൽ ഡിസ്റ്റൻസിലാണ് വരച്ചിരിക്കുന്നത്, തുല്യ അകലത്തിലാണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എത്ര സെന്റിമീറ്റർ അകലത്തിൽ വരച്ചിരിക്കുന്നു? 2 സെന്റിമീറ്റർ അകലത്തിൽ വരച്ചിരിക്കുന്നു. അവർക്ക് അത്രയും പേർക്ക് എന്ന് പറഞ്ഞാൽ ഈ 1, 2, 3, 4, 5 പേർക്കും കൂടി പെർപെൻഡിക്കുലർ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്ര ഡിഗ്രി? ഇവിടെ 90 ഡിഗ്രി കാണിച്ചിരിക്കുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന എന്ത് വരച്ചിരിക്കുന്നു? ഒരു ലൈൻ വരച്ചിരിക്കുന്നു. ഈ പെർപെൻഡിക്കുലർ ലൈനിനെ ആര് ഈ 1, 2, 3, 4, 5 പാരലൽ ലൈനുകൾ പാരലൽ ലൈനുകൾ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും? കട്ട് ചെയ്യും. ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും? ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഈ ചോറിൽ കണ്ടോ? ഈ നെറ്റ് കണ്ടോ നിങ്ങൾ? ഈ നെറ്റിലെ 1,
2, 3, 4, 5, 6 ഈ മുകളിലോട്ടുള്ള ലൈനുകളൊക്കെ കമ്പികളൊക്കെ എന്താണ്? പാരലലാണ്. എന്താണ്? അപ്പൊ ഇത് ഈക്വൽ ആയിട്ട് മുറിക്കാൻ പറഞ്ഞ ഒരു എളുപ്പമാർഗം ഒന്നും അറിയാമോ? ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് വെക്കാം, ഇങ്ങനെ അങ്ങോട്ട്. എന്നിട്ട് ഇത് ഓരോ ക്രോസ് ലൈനെ മുട്ടിയിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുക? അങ്ങോട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ ക്രോസ് ലൈൻ മാർക്ക് ചെയ്തിടത്ത് വെച്ച് എന്ത് ചെയ്താൽ മതി? കട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ചൂരലിനെ എന്താക്കി മാറ്റിയെടുക്കാം? ഈക്വൽ പാർട്ടുകളാക്കി മാറ്റിയെടുക്കാം. അടുത്ത പാർട്ട് ക്ലിയർ ആയ എല്ലാവർക്കും? ഒന്ന് വായിച്ച് എന്ത് എഴുതി വെച്ചേക്കുന്നത്? If a line is drawn perpendicular to the parallel lines are drawn at the same distance apart, the parallel lines cuts the perpendicular lines into equal. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി അടച്ചു നോക്കാം. ഓൺലൈൻകാർക്ക് രണ്ടുപേർക്ക് ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, ബോർഡിലേക്ക് നോക്കാം. ഓരോരോ പുതിയ പുതിയ ആശയങ്ങൾ വരികയാണ്. അടുത്ത ഐഡിയ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ പാരലൽ ലൈൻസ് ഇവിടെ തന്നെ നിർത്തി. 1, 2, 3, 4, 5 പാരലൽ ലൈൻ. മുമ്പേ വരച്ചതുപോലെ തന്നെയുള്ള 5 പാരലൽ ലൈൻ. ഇവരെങ്ങനെയാണ്? ഈക്വൽ ഡിസ്റ്റൻസിലാ, തുല്യ അകലത്തില. മുമ്പേ നമ്മൾ എന്തോ വരെയായിരുന്നു വരച്ചത്? ഇവർക്ക് 5 പേർക്കും പെർപെൻഡിക്കുലർ ആയിട്ട്, ലംബമായിട്ട് അതെല്ലാം മടക്കി. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെ വരെ വരച്ചു? ഒരു സ്ലാന്റഡ് ലൈൻ. എന്താ ലൈനാണ്? ഒരു ചരിഞ്ഞ വര വരച്ചു. എന്താ വര വരച്ചു? നോക്കിക്കേ. വാട്ട് ഈഫ് വി ഡ്രോ എ സ്ലൈറ്റ്ലി സ്ലാന്റഡ് ലൈൻ ഇൻസ്റ്റഡ് ഓഫ് എ പെർപെൻഡിക്കുലർ? ലംബമായ വരയ്ക്ക് പകരം, പെർപെൻഡിക്കുലർ ആയ വരയ്ക്ക് പകരം നമ്മൾ എന്ത് വര വരച്ചു? സ്ലൈറ്റ്ലി സ്ലാന്റഡ്, ചെറുതായിട്ടൊന്ന് ചരിഞ്ഞ ഒരു വര വരച്ചു. അടുത്ത പടം കാണാൻ പറ്റുന്നുണ്ടല്ലോ, ബാക്കി വായിച്ചാട്ടെ. Doesn't it look as if the parallel lines cut this also into equal part? അപ്പൊ ഒരു ചോദ്യമാണ്, മുമ്പേ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചപ്പോ അതിനെ ഈ പാരലൽ ലൈനുകൾ, സമാന്തര വരകൾ എന്ത് ചെയ്തായിരുന്നു? ഈക്വലായിട്ട് കട്ട് ചെയ്തായിരുന്നു. ഈക്വലായിട്ട്. അപ്പോൾ ഒരു ചോദ്യം, ഈ ചരിഞ്ഞ വരയെ, ഈ പാരലൽ ലൈനുകൾ, ഈ സമാന്തര വരകൾ എന്തായി മുറിക്കുന്നുണ്ടോ? ഈക്വലായിട്ട് മുറിക്കുന്നുണ്ടോ? ഈക്വലായിട്ട് മുറിക്കുന്നുണ്ടോ? ചോദ്യം മനസ്സിലായല്ലോ എല്ലാവർക്കും? താഴെ വായിച്ചേ. Let us draw perpendicular lines from each point of intersection as shown in the picture. ബോർഡിലേക്ക് നോക്കാം. 1, 2, 3, 4, 5. എന്തോ ഇത്? പോയിന്റ് ഓഫ് പോരട്ടെ, ഇന്റർസെക്ഷൻ. പോയിന്റ് ഓഫ് ആരൊക്കെ ഇന്റർസെക്ട് ചെയ്യുന്നത്? നമ്മുടെ പാരലൽ ലൈൻ, സമാന്തര വരയും ഈ സ്ലൈറ്റ്ലി സ്ലാന്റഡ് ലൈൻ, ചെറുതായിട്ട് ചരിഞ്ഞ വരയും കൂടെ ഇന്റർസെക്ട് ചെയ്യും. ഈ പോയിന്റുകളിൽ നിന്ന് നമ്മൾ താഴോട്ട് വേണ്ട പെർപെൻഡിക്കുലർ വരച്ചാൽ പറഞ്ഞോ, വരച്ചാൽ 1, 2, 3, 4 എന്ത് ട്രയാങ്കിൾ? സ്റ്റെപ്പ് കിട്ടുന്നു. 4 റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. 4 എന്ത് കിട്ടും? റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. 4 എന്ത് കിട്ടും? Let us draw perpendicular lines from each point of intersection as shown in the picture. Okay. പടം താഴെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി താഴോട്ട് വായിച്ചാട്ടെ. All the triangles we get now are equal triangles. 1, 2, 3, 4. ഈ 4 ട്രയാങ്കിളുകളും എന്ത് ട്രയാങ്കിളുകളാണ്? 8ാം ക്ലാസ്സിൽ പഠിച്ച രണ്ടാമത്തെ പാഠം ഓർമ്മയില്ലേ? എന്ത് ട്രയാങ്കിൾ ആണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. എന്ത് ട്രയാങ്കിൾസ് ആണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വി സ്റ്റേറ്റ് ദിസ് ആസ് എ ജനറൽ റിസൾട്ട്. ഇപ്പൊ പറഞ്ഞ കാര്യത്തെ നമുക്ക് എന്തായിട്ട് പറയാം?
ഒരു ജനറൽ റിസൾട്ട് ആയിട്ട് പറയാം. എന്തോ ജനറൽ റിസൾട്ട് എന്ന് വായിച്ചേ? പാരലൽ ലൈൻസ് ദ സെയിം ഡിസ്റ്റൻസ് എപ്പാർട്ട് കട്ട് എനി അതർ ലൈൻ ഇൻടു ഈക്വൽ പാർട്സ്. അപ്പോ പുസ്തകത്തിലെ പേജ് നമ്പർ 34 കണ്ടോ? നിങ്ങൾ പേജ് നമ്പർ 36 എടുത്തേ. ആ ബോക്സ് ഒന്ന് വായിച്ചേ. ഒരേ അകലം ഇടവിട്ടുള്ള സമാന്തര വരകൾ മറ്റ് ഏത് വരയെയും ഒരേ നീളമുള്ള ഭാഗങ്ങളായാണ്. ശ്രദ്ധിക്ക, ഇതിനകത്തിലൊക്കെ ഉള്ള വാക്കുകളൊന്നും വിഴുങ്ങരുത്. നസ്ര അവിടെ നിന്ന് എഴുന്നേറ്റ് ബാഗ് വെക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ബെഞ്ച് വന്നിരുന്നേ. അതിനകത്തിലെ ഏതെങ്കിലും വാക്ക് നിങ്ങൾ മിസ് ചെയ്താൽ ആശയം മൊത്തം തെറ്റിപ്പോകും. ശ്രദ്ധിച്ചിരിക്കണം. ഞാനിവിടെ എത്ര ലൈൻ വരച്ചായിരുന്നു? 1, 2, 3, 4, 5. വെറും ലൈനല്ല, പാരലൽ ലൈൻ. അവരെങ്ങനെയുള്ള ലൈനുകളാണ്? അതിന് പ്രാധാന്യമുണ്ട്. ഈക്വൽ ഡിസ്റ്റൻസിലുള്ള പാരലൽ ലൈനുകളാണ്. തുല്യ അകലത്തിലുള്ള സമാന്തര വരകളാണ്. ആ പാരലൽ ലൈനെ ഒരു സ്ലൈറ്റ്ലി സ്ലാന്റഡ് ആയ ചെറുതായിട്ടൊന്ന് ചരിഞ്ഞ ഒരു വര കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, നോക്കിക്കേ. ഈ ഒരു പീസ് കണ്ടോ? ഈ ഒരു കഷ്ണത്തിന്റെ നീളം കണ്ടോ? അതെ. ഈ രണ്ടാമത്തെ കഷ്ണത്തിന്റെ നീളം കണ്ടോ? കണ്ടോ? ഈ മൂന്നാമത്തെ കഷ്ണത്തിന്റെ നീളം കണ്ടോ? കണ്ടോ? ഈ നാലാമത്തെ കഷ്ണത്തിന്റെ നീളം കണ്ടോ? ഇതിന്റെ എല്ലാത്തിന്റെയും നീളം എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. പക്ഷെ ശ്രദ്ധിക്കണം, ആ പാരലൽ ലൈനുകൾ എങ്ങനെയുള്ളവരായിരിക്കണം? ഈക്വൽ ഡിസ്റ്റൻസിലുള്ളവരായിരിക്കണം. എങ്ങനെയുള്ളവരായിരിക്കണം? അല്ലാതെ ഇതൊന്ന്, ഇത് 2, ഇത് 3, ഇത് 4, 4 പാരലലല്ലേ? എന്നിട്ടൊരു സ്ലാന്റഡ് ലൈൻ വരച്ചാൽ ഈ സ്ലാന്റഡ് ലൈന് ചരിഞ്ഞ വരയെ ഇവര് 4 പേര് ഒരേ ഡിസ്റ്റൻസിലാണോ കട്ട് ചെയ്യുന്നേ? അല്ല, പല അകലത്തിലാ കട്ട് ചെയ്യുന്നത്. ഒരേ അകലത്തിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസിലുള്ള പാരലൽ ലൈൻ ആയിരിക്കും. ഇനി ഞാനൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഈ വടി നിങ്ങളെ തന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഇതിനെ ഒരു 12 തുല്യ കഷ്ണമാക്കി മാറ്റണം. കാരണം വേണ്ട, ഇച്ചിരി എണ്ണം കൂടുതലാ. 12 എന്നൊക്കെ പറഞ്ഞ ഇച്ചിരി കൂടുതലാ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഇതിനൊരു 5 തുല്യ കഷ്ണമാക്കണം. എത്ര എണ്ണമാണ്? നിങ്ങളുടെ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അറിയാം. ചെറിയ ക്ലാസ്സിലെ ലോജിക്ക് എന്തുവാ? ഇതിന്റെ നീളം ഒരു ടേപ്പ് വെച്ച് അളക്കാം. അതെത്ര സെന്റിമീറ്റർ ഉണ്ടെന്ന് നോക്കാം. അതേ ഡിവൈഡഡ് ബൈ 5 എന്ന ഉത്തരം കിട്ടത്തില്ലേ? എന്നാൽ കണ്ട് ഇവർ കൂടെ കാണത്തക്ക വിധത്തിൽ നോക്കാം. ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് പറഞ്ഞുതരാം. ഇതിപ്പോ എത്ര മുറിക്കണ്ടേ? 5. നിങ്ങള് ഏറ്റവും താഴത്തേതിൽ വെക്കണം. എത്രയായിട്ട് മുറിക്കണം? 5. അപ്പൊ എവിടെ കൊണ്ടുവെക്കും? എത്രാമത്തെ വരയില്? 1, 2, 3, 4 മുറിക്കാൻ നിങ്ങൾ മൊത്തം എത്ര വര വരച്ചു? 5. അപ്പൊ എത്രയായിട്ട് നമുക്ക് മുറിക്കണ്ടേ? അല്ല, ഞാനിപ്പോ പറഞ്ഞേ 5 മുറിക്കേണ്ടത്. അപ്പൊ എത്ര വര വേണം? 6. അപ്പൊ എനിക്കോ 1, 2, 3, 4, 5, 6. ഈ 6ാമത്തെ വരയിലോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ മുട്ടിച്ചു വെക്കണം. 6ാമത്തെ വരയിലോട്ട് കൊണ്ടുവന്ന്, എന്നിട്ട് ഈ ഓരോ പാരലൽ ലൈനും ഇതും കൂടെ എവിടെ കൂട്ടിമുട്ടുന്നോ അതെന്ത് ചെയ്യണം? നമ്മള് മാർക്ക് ചെയ്യണം. എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റിൽ വെച്ച് എന്ത് ചെയ്താൽ, കട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ടേപ്പ് എടുക്കാതെ ഈ വരയെ 5 തുല്യ കഷ്ണമായിട്ട് മുറിക്കാം. ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി കാണിക്കാം. വേണ്ടേ? ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. താരത്തേന് 1, 2, 3, 4, 5, 6. ഇതല്ലേ 6ാമത്തെ വര. 6ാമത്തെ വരയെ കൊണ്ടുവന്ന് മുട്ടിച്ചിങ്ങനെ വെക്കണം. വെച്ചതുണ്ടോ? ഇനി എന്ത് ചെയ്യണം? ഈ ഓരോ പാരലൽ ലൈനും ഈ വടിയും കൂടെ മുട്ടിയിരിക്കുന്ന ഭാഗം എന്ത് ചെയ്യണം? നിങ്ങൾ അടയാളപ്പെടുത്തണം. ഒരു മാർക്കർ പെൻ കൊണ്ട് അടയാളപ്പെടുത്തുക. ആ മാർക്കർ പെൻ കൊണ്ട് അടയാളപ്പെടുത്തിയ ഭാഗത്ത് വെച്ച് മുറിച്ചാൽ ഈ വരയെ നിങ്ങൾക്ക് എത്ര പാർട്ടാക്കാം? 5 പാർട്ടാക്കാം. ഓൺലൈൻകാർക്ക് ആദ്യം കാണിച്ചിരുന്ന കണ്ടോടെ? ഓക്കെ. അപ്പോ ക്ലിയർ ആയോ?
ഓക്കെ, ഓൾ സ്റ്റാൻഡപ്പ്. അത്രയും വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. അതല്ലേ ആദ്യം നമ്മള് കുറച്ച് പാരലൽ ലൈനുകൾ വരച്ചു. എങ്ങനെയുള്ള പാരലൽ ലൈൻ? സെയിം ഡിസ്റ്റൻസിലുള്ള പാരലൽ ലൈൻ വരച്ചു. എന്നിട്ട് അവരെ എല്ലാരെയും കൂടെ കട്ട് ചെയ്യത്തക്ക വിധത്തിൽ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു, ഒരു ലംബരേഖ വരച്ചു. ആ പെർപെൻഡിക്കുലർ ലൈനെ, ആ ലംബരേഖയെ നമ്മുടെ ഈ പാരലൽ ലൈനുകൾ, സമാന്തര വരകൾ എങ്ങനെ കട്ട് ചെയ്യും? ഈക്വലായിട്ട്, തുല്യമായിട്ട് മുറിക്കും. രണ്ടാമത് നമ്മൾ എന്താ പറഞ്ഞത്? പാരലൽ ലൈൻ അവിടെ നിർത്തി, സമാന്തര വര അവിടെ നിർത്തി. എന്നിട്ട് സ്ലൈറ്റ്ലി സ്ലാൻഡഡ് ആയ അല്പം ചരിഞ്ഞ ഒരു വര എന്ത് ചെയ്തു? വരച്ചു. നമുക്ക് മനസ്സിലായി, ആ ചരിഞ്ഞ വരയെയും ഈ പാരലൽ ലൈനുകൾ, സമാന്തര വരകൾ എന്ത് ചെയ്യും? ഈക്വലായിട്ട് കട്ട് ചെയ്യും. ഒരു കണ്ടീഷൻ ഉണ്ട്, ആ പാരലൽ ലൈനുകൾ എങ്ങനെ ആയിരിക്കണം? ഈക്വൽ ഡിസ്റ്റൻസിൽ ആയിരിക്കണം. അത്ര ഓക്കെ ആയോ? ഇനി അപ്പുറത്തെ പേജ് എടുക്കാം. വായിച്ചാട്ടെ. Now suppose that some parallel lines cut a slanted line into equal parts. Can we say that they are at the same distance apart? മനസ്സിലായോ? ഒന്നുമില്ല. ഈ പറഞ്ഞ കാര്യം നമ്മളൊന്ന് തിരിച്ചു പറയും. നമ്മളൊന്ന് ഒരു ചരിഞ്ഞ വരയെ, ഒരു ചരിഞ്ഞ വരയെ കുറച്ച് പാരലൽ ലൈനുകൾ ഈക്വലായിട്ട് എന്ത് ചെയ്തു? കട്ട് ചെയ്തു. ഒന്നുകൂടെ, ഒരു ചരിഞ്ഞ വരയെ, സ്ലാൻഡഡ് ലൈനെ, കുറച്ച് പാരലൽ ലൈനുകൾ, കുറച്ച് സമാന്തര വരകൾ ഈക്വലായിട്ട്, തുല്യമായിട്ട് എന്ത് ചെയ്തു? കട്ട് ചെയ്തു. അപ്പൊ ചോദ്യം തിരിച്ചടിക്കുക. എങ്ങനെ? അങ്ങനാണെങ്കിൽ ഈ പാരലൽ ലൈൻസിന്, ഈ സമാന്തര വരകൾക്ക് ഇടയിലുള്ള അകലം, ഇടയിലുള്ള അകലം എത്ര ആണെന്നോ? തുല്യമായിരിക്കുമോ? തുല്യം. നേരത്തെ എങ്ങനെയാ പറഞ്ഞത്? തുല്യമായ അകലത്തിൽ കിടക്കുന്ന പാരലൽ ലൈൻസ് എടുത്തിട്ട് അവരെ എല്ലാം കൂടെ കട്ട് ചെയ്യുന്ന ഒരു സ്ലാൻഡഡ് ലൈൻ എടുത്തു. അപ്പോൾ ആ സ്ലാൻഡഡ് ലൈനെ ഈ പാരലൽ ലൈനുകൾ എന്തായിട്ട് കട്ട് ചെയ്തു? ഈക്വലായിട്ട്, തുല്യമായിട്ട് കട്ട് ചെയ്തു. ഇനി അവർ തിരിച്ചൊന്ന് ചോദിച്ചേക്കാണ്, ഇവർ ഈക്വൽ ഡിസ്റ്റൻസിലാണോ എന്ന് നമുക്കറിയത്തില്ല. അവിടോട്ടൊരു സ്ലാൻഡഡ് ലൈൻ കൊണ്ടുവന്ന് വരച്ചു. ആ സ്ലാൻഡഡ് ലൈനെ ഈ പാരലൽ ലൈനുകൾ, ഈ സമാന്തര വരകൾ എന്ത് ചെയ്തു? ഈക്വലായിട്ട് മുറിച്ചു. ഈക്വലായിട്ട്. അപ്പൊ ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ്, അപ്പോൾ ഈ പാരലൽ ലൈൻസ് ഉണ്ടല്ലോ, സമാന്തര വരകൾ, അവരെങ്ങനാണോ എന്ന്? ഈക്വൽ ഡിസ്റ്റൻസിലാണോ എന്ന്? എന്തിലാണോ എന്ന്? ഈക്വൽ ഡിസ്റ്റൻസിൽ ആണോ എന്ന്. ചോദ്യം തിരിച്ചു ചോദിച്ച മനസ്സിലായോ? ചോദ്യം തിരിച്ചു ചോദിച്ച മനസ്സിലായോ? ഓൺലൈൻകാർക്ക് ചോദ്യം മനസ്സിലായോ? ഓക്കെ. നോക്കാം. ഇവിടെ നമ്മൾ മുമ്പേ ചെയ്തതുപോലെ നമ്മൾ എന്ത് വരച്ചു? ട്രയാങ്കിൾ വരച്ചു. എന്ത് വരച്ചു? താഴെ എഴുതിയിട്ടുണ്ട്, ആസ് ഇൻ ദ ഫസ്റ്റ് കേസ്, all the small triangles have the same angles and their hypotenuse are also equal. Therefore, all the small triangles are. ഇവിടെ ഉണ്ടായിരിക്കുന്ന 1, 2, 3, 4 ഈ 4 ട്രയാങ്കിളുകളും 4 ത്രികോണങ്ങളും എങ്ങനായിരിക്കും? അപ്പൊ അടുത്ത നോട്ട് വരുന്നു, വായിച്ചാട്ടെ. പാരലൽ ലൈൻസ് വിച്ച് കട്ട് സം ലൈൻസ് ഇൻടു ഈക്വൽ പാർട്സ് ആർ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് എപ്പാർട്ട്. ഒന്നുകൂടെ വായിച്ചേ. പാരലൽ ലൈൻസ്. അപ്പൊ എവിടെ തുടങ്ങണം? കുറച്ച് പാരലൽ ലൈനുകൾ. വിച്ച് കട്ട്, അതെന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യുന്നു, മുറിക്കുന്നു. ആരെ? സം ലൈൻ. അതാണ് നമ്മൾ ചരിച്ചു വരച്ചേക്കുന്നത്. ഏതോ ഒരു ലൈന്. എങ്ങനെ? ഇൻടു ഈക്വൽ പാർട്ട്. എങ്ങനെ? ഈക്വൽ പാർട്ടായിട്ട്, തുല്യ കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നു എങ്കിൽ ആർ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് എപ്പാർട്ട്. അപ്പോൾ ആ പാരലൽ ലൈനുകൾ ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും എന്ത് ചെയ്യുന്നത്? കിടക്കുന്നത്. ഇതിന് മാത്തമാറ്റിക്സിൽ പറയുന്ന പേരാണ് കോൺവേഴ്സ്. എന്താണ്? വാക്കിന്റെ അർത്ഥം തിരിച്ചും എന്നുള്ള അർത്ഥമേ ഉള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞ എന്തായിരുന്നു?
കുറച്ച് പാരലൽ ലൈനുകൾ, അവർ ഈക്വൽ ഡിസ്റ്റൻസിലാണ്. അവര് ഒരു ലൈനിനെ, ഒരു ചരിഞ്ഞ വരയെ എന്ത് ചെയ്യുന്നു? ചരിഞ്ഞ വരയെ എന്ത് ചെയ്യുന്നു? ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്നു. എന്തായിട്ട് കട്ട് ചെയ്യുന്നു? ഈക്വൽ. രണ്ടാമത്തെ കാര്യം പറഞ്ഞപ്പോ നേരെ തിരിച്ചു പറഞ്ഞു. കുറച്ച് പാരലൽ ലൈനുകൾ, അവർ ഈക്വൽ ഡിസ്റ്റൻസിലാണോ നമുക്ക് അറിയത്തില്ല. അവരൊരു ചരിഞ്ഞ വരയെ ഈക്വൽ ആയിട്ട് മുറിക്കുന്നു. എങ്കിൽ മനസ്സിലാക്കിക്കോണം, ഈ പാരലൽ ലൈൻസ്, ഈ സമാന്തര വരകൾ എങ്ങനായിരിക്കും? ഈക്വൽ ഡിസ്റ്റൻസിൽ ആയിരിക്കും. ഇത് നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 35 കിടപ്പുണ്ട്. കണ്ടോ? പേജ് നമ്പർ 35 കണ്ടോ? പിള്ളേരെ പേജ് നമ്പർ 35 കണ്ടോ? ഓൺലൈൻകാര് പേജ് നമ്പർ 35 കണ്ടോ? ഒന്ന് വായിച്ചു. അപ്പോ എന്റെ മലയാളം. ഏതെങ്കിലും വരയെ ഒരേ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്ന സമാന്തര വരകൾ ഒരേ അകലത്തിലാണ്. ഒരേ അകലത്തിൽ ആണ്. ബുദ്ധിമുട്ടെന്തെങ്കിലും ഓൾ സ്റ്റാൻഡ് പത്രം ഒന്ന് വായിച്ചു നോക്കിയേ. ഇപ്പൊ വരച്ചിരിക്കുന്ന ഫിഗറിൽ എന്തൊക്കെയുണ്ട്? പാരലൽ ലൈൻസ് ഉണ്ട്. ഒരു വെറും പാരലൽ ലൈൻ അല്ല, ഈക്വൽ ഡിസ്റ്റൻസിലുള്ള അവരെ കട്ട് ചെയ്യുന്ന സ്ലൈറ്റ്ലി സ്ലാൻഡഡ് ആയ, ചെറുതായിട്ടൊന്ന് ചരിഞ്ഞിട്ടുള്ള എത്ര ലൈൻ? 2 ലൈൻ. എത്ര ലൈൻ? ഇത്രയും നേരം നമുക്ക് എത്ര ലൈനേ ഉണ്ടായിരുന്നുള്ളൂ? ഇപ്പൊ മുതൽ എത്ര ലൈൻ ഉണ്ട്? അതല്ല, ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോ പാരലൽ ലൈനെ കട്ട് ചെയ്യുന്ന ഒരു ചരിഞ്ഞ വരയെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇപ്പൊ എത്ര വരെയുണ്ട്? അപ്പൊ ചോദ്യം എന്തു ആയിരിക്കും? നിങ്ങൾ ഊഹിച്ചു നോക്കിയേ. ഈ 2 ലൈനെയും ഈ പാരലൽ ലൈനുകൾ ഈക്വൽ ആയിട്ടാണോ, തുല്യമായിട്ടാണോ കട്ട് ചെയ്ത്? എന്റെ ഒരു ചെറിയ സംശയം. രണ്ടാമത്തെ ആൾ അവിടെ ഇല്ലെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ ആൾ അവിടെ. അപ്പൊ ആരൊക്കെ ഉണ്ട്? പാരലൽ ലൈനും ഒരു ചരിഞ്ഞ വര. ആ ഒരു ചരിഞ്ഞ വരയെ ഇവരെങ്ങനെ കട്ട് ചെയ്യും? ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യും. ഉറപ്പിച്ചല്ലോ. ഇനി അടുത്തത്, ഒന്നാമത്തെ ചരിഞ്ഞ വര അവിടെ ഇല്ല, രണ്ടാമത്തെ ചരിഞ്ഞ വര അവിടെ ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോഴോ അതിനെയും ഈ പാരലൽ ലൈനുകൾ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും? കട്ട് ചെയ്യും. ഉറപ്പാണോ? അപ്പൊ ഇനി രണ്ടോട് ചേർത്ത് പറഞ്ഞു. ഈ 2 ചരിഞ്ഞ വരയെയും 2 സ്ലാൻഡഡ് ലൈനെയും നമ്മുടെ പാരലൽ ലൈനുകൾ, സമാന്തര വരകൾ എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട്, തുല്യമായിട്ട് കട്ട് ചെയ്യും. അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു, വായിച്ചാട്ടെ. പാരലൽ ലൈൻസ് വിച്ച് കട്ട് 1 ലൈൻ ഇൻടു ഈക്വൽ പാർട്സ് കട്ട് ഓൾ ലൈൻസ് ഇൻടു. അത് ഒരു ലൈനെ ഈക്വൽ പാർട്ടായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അതെല്ലാ ലൈനെയും ഈക്വൽ പാർട്ടായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? കട്ട് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 36 കിടപ്പുണ്ട്. എത്ര കിടപ്പുണ്ട്? 36. അപ്പോ അതിന്റെ മലയാളം ഒന്ന് വായിച്ചാട്ടെ. ഒരു വരയെ ഒരേ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്ന സമാന്തര വരകൾ ഏതു വരയെയും മുറിക്കുന്നത് ഒരേ നീളമുള്ള ഭാഗങ്ങളായിട്ടാണ്. ഇത്രയും കാര്യം പിടികിട്ടി എല്ലാവർക്കും? ഓൾ സ്റ്റാൻഡ് അതൊന്ന് വായിച്ചു നോക്കി. ഇതൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ന്യായമായി തോന്നാവുന്ന ഒരു സംശയമുണ്ട്. എന്താണ് സംശയം? ഇതൊക്കെ കൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടോ? നിങ്ങളിത് ചോദിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പുസ്തകം എഴുതിയ ആൾ എന്നെ തൊട്ട് താരെ കൊടുത്തേക്കുന്നുണ്ടോ? വായിച്ചേ. We can use this to cut any line into any number of equal parts. ശ്രദ്ധിക്കൂ. എന്താണ് ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ കൈവശം ഒരു ലെങ്ത് ഉള്ള ഒരു സാധനം കിട്ടി. പക്ഷെ നിങ്ങളുടെ കൈവശം അതിന്റെ ലെങ്ത് അളക്കാനുള്ള യാതൊരു ഓപ്ഷനും ഇല്ല. സ്കെയിലില്ല, ടേപ്പില്ല, ഒരു സംവിധാനം ഇല്ല. പക്ഷെ അയാൾ പറയുന്നു, അല്ലെ നിങ്ങളോട് ഒരാൾ ആവശ്യപ്പെടുന്നു, അതിനെ ഇത്രയും പാർട്ടായിട്ട് എന്ത് ചെയ്യണമെന്ന്
മുറിക്കണോ? അപ്പൊ നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഇതുപോലത്തെ അതിപ്പോ ഇച്ചിരി അടുത്തുള്ളതായാലും കുഴപ്പമില്ല, അകലെ ഉള്ളതായാലും കുഴപ്പമൊന്നുമില്ല, അതുണ്ടോ എന്ന് നോക്കിയാൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, തമ്പി എവിടെ നോക്കിയാലും ഇതിന്റെ ബഹളമുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ക്ലാസ് റൂം അതിപ്പോ ഇതൊന്നും നടന്നില്ല. നിങ്ങളുടെ ജന്നൽ കണ്ടിട്ടില്ലേ? ജന്നൽ പഴയകാലത്ത് ജന്നലല്ല, പഴയകാലത്ത് ജനലിൽ ഈക്വൽ ഡിസ്റ്റൻസിലല്ല കമ്പി ഇട്ടേക്കുന്നത്. ഇപ്പൊ റെഡി ചെയ്യുന്ന ജനലിലൊക്കെ അതിന്റെ ക്രോസ് വെച്ചിരിക്കുന്ന ജനൽ കമ്പി ഈക്വൽ ഡിസ്റ്റൻസിലാണ് എന്ത് ചെയ്തേക്കുന്നത്? സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾ നോക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാരലായിട്ടുള്ള ലൈനുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇനി നോക്കാം, ശ്രദ്ധിക്കും. 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര, 6 സെന്റിമീറ്റർ നീളമുള്ള ഈ വരയെ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഒരു 3 ഈക്വൽ പാർട്ടാക്കി തരാമോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? 6നെ നിങ്ങൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 6 ഡിവൈഡ് ബൈ 3 എത്ര? 2. അപ്പൊ നിങ്ങൾ സ്കെയിൽ വെച്ച് 2, 2, 2 ആയിട്ട് മുറിച്ചാൽ 3 ഈക്വൽ പാർട്ട് കിട്ടിയില്ലേ? ഞാൻ ചോദ്യം ഒന്ന് ഡീവിയേറ്റ് ചെയ്യാം. ഈ 6 സെന്റിമീറ്റർ എന്നത് മാറ്റി ഞാൻ 7 സെന്റിമീറ്റർ ആക്കും. എത്ര സെന്റിമീറ്റർ ആക്കുന്നു? അപ്പോൾ നമ്മൾ 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 7നെ അങ്ങനെ ഡിവൈഡ് ചെയ്താൽ അതാണ് 2.333333 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനല്ല സ്മാർട്ട് വാച്ച് ചെയ്തപ്പോ കിട്ടിയാന്നോ കൈ വെച്ചത്? അല്ല, ഈ നീളമൊക്കെ എങ്ങനെ മുറിക്കും? 2.3333 അതൊക്കെ അതാകുമ്പോ തല്ലി മേടിച്ചു തന്നെയാണ്. ആവശ്യമില്ലാത്തടത്ത് ഡെസിമൽ പ്ലേസ് എന്ത് ചെയ്യരുത്? കറക്റ്റ് ചെയ്യരുത് കേട്ടോ. 4.37 കളഞ്ഞിട്ട് നമുക്ക് 4 എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എഴുതാൻ പറ്റത്തില്ല. 4.37 എന്ന് എന്ത് ചെയ്യണം? എഴുതണം. അപ്പൊ 2.333 നീളത്തിൽ ഇത് മുറിക്കാൻ പറ്റുമോ? അതിനൊരു പ്രാക്ടിക്കൽ മെത്തേഡാണ് ഇനി പറയാൻ പോകുന്നത്. അതിനൊരു പ്രാക്ടിക്കൽ മെത്തേഡാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീട് പണിക്ക് ഒരു മേശിരി വന്നു, അയാൾക്കൊരു കമ്പ് മുറിക്കണം. പക്ഷെ പുള്ളി അളന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കുന്ന അവർക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ മെത്തേഡൊക്കെ അറിയാം. അപ്പോ അഥവാ ആ മേശിരി ഒന്ന് സ്റ്റക്കായി നിൽക്കുവാന്നുണ്ടെങ്കിൽ പുള്ളിയുടെ കൈവശം ഇരിക്കുന്ന നീളം ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്പരാണ് വരുന്നത്. അപ്പൊ പുള്ളി ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇതെങ്ങനെ ഈക്വൽ ആയിട്ട് മുറിക്കും. അപ്പൊ അതിനുള്ള ഐഡിയയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ചോദ്യം മനസ്സിലായല്ലോ. ആദ്യം 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു വരയായിരുന്നു. അതിനെ നമുക്ക് എത്ര ആക്കണമായിരുന്നു? 3 തുല്യ കഷ്ണം. അപ്പൊ നമ്മൾ 6നെ 3 കൊണ്ട് ഹരിച്ചു. എത്ര കിട്ടി? ചോദ്യം ഞാനൊന്ന് മാറ്റി. 6 എത്ര ആക്കി? 7നെ എത്ര തുല്യ കഷ്ണമാക്കണം? 3 തുല്യ. 7നെ 3 തുല്യ കഷ്ണമാക്കണം. നമ്മൾ സാധാരണഗതിയിൽ ആലോചിക്കുന്ന പോലെ 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എത്ര കിട്ടും? 2.333 എന്ന് വരും. എന്താ കുഴപ്പം? ഇത് നമുക്ക് സ്കെയിലൊന്നും അളന്ന് വെച്ച് മുറിക്കാവുന്ന നമ്പർ. അവിടെയാണ് നമ്മൾ ഈ പാഠത്തിൽ ഇപ്പൊ പഠിച്ച ഐഡിയ പ്രയോഗിക്കാൻ പോകുന്നത്. നോക്കിക്കേ, ബാക്കി നോട്ടിനകത്ത് എന്തോ നടക്കുന്നേ. ഫോർ എക്സാമ്പിൾ, let us see how we can divide a 7 centimeter long line into 3 equal parts. 3 equal 7 സെന്റിമീറ്റർ നീളമുള്ള ഒരു വരയെ 3 ഈക്വൽ പാർട്ടായിട്ട് മുറിക്കുന്നത് എങ്ങനെ? 3 ഈക്വൽ പാർട്ടായിട്ട് മുറിക്കുന്നത് ശ്രദ്ധിക്കാം. സമയം 8:30 എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. ബോർഡിലേക്ക് നോക്കാം. 7ന് തൊട്ട് താഴെയുള്ള 6നെ നിങ്ങൾക്ക് എത്ര തുല്യ കഷ്ണമായിട്ട് മുറിക്കാം? 3 തുല്യ കഷ്ണമായിട്ട് മുറിക്കാമല്ലോ. അപ്പൊ ഞാൻ 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ചു. 6 സെന്റിമീറ്റർ നീളമുള്ള ഈ വരയെ ഞാൻ എത്ര തുല്യ കഷ്ണമാക്കി? 1, 2, 3 എത്ര തുല്യ കഷ്ണമാക്കി?
അപ്പൊ ഈ ഓരോ കഷണത്തിന്റെ നീളം എത്ര വരും? 2 2 അല്ല 7-നെ അല്ലേ 3 മുറിക്കാൻ പറഞ്ഞു. നിങ്ങളിപ്പോ ആരെയാണ് മുറിച്ചത്? 6-നെയാണ് മുറിച്ചത്. ആരെയാണ് മുറിച്ചത്? ഇതൊന്നും മനസ്സിലായോ? മനസ്സിലായി? പാരലൽ ലൈൻസ് ആരാണ്? ഇവിടെ എല്ലാം ഓരോ 90 ഡിഗ്രി മാർക്ക് ചെയ്ത്. എത്ര ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട്? 90 ഡിഗ്രി മാർക്ക്. എത്ര ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട്? അതുകൊണ്ടാണ് ഇവര് 4 പേര് എന്തായത്? പാരലായത്. ഇത് 90 ഡിഗ്രി. നിങ്ങളുടെ ഈ ക്ലാസ് റൂമിലെ സൈഡിൽ ഇട്ട് വെച്ചേക്കുന്ന തൂണ് കണ്ടോ? കേട്ടോ, 1 2 3 അങ്ങോട്ട് തൂണ് കിടക്കുന്നുണ്ടോ? ആ തൂണുകൾ തറയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ടാണ്. എങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്? അതുകൊണ്ട് അവര് ഓരോ തൂണുകളും പരസ്പരം എങ്ങനായിരിക്കും? അല്ല, പാരലായിരിക്കും. എങ്ങനായിരിക്കും? കറക്റ്റ് പെർപെൻഡിക്കുലർ ആയി വെച്ചേക്കുന്നത് കൊണ്ട് ആ തൂണുകൾ പരസ്പരം എങ്ങനായിരിക്കും? ഓക്കെ. ഈ 1 2 3 4 പേര് എന്തിനാ വരച്ചത്? നാലെണ്ണം വരച്ചാലേ അത് 3 മുറിക്കാൻ പറ്റത്തുള്ളൂ. 4 വരച്ചാലേ അത് എത്രയായിട്ട് മുറിക്കാൻ പറ്റത്തുള്ളൂ? 3 മുറിക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്നറിയാമോ? രണ്ടും ഓക്കെ. ഇതാരാ? ഈ ലൈനിന്റെ നീളം എത്ര സെന്റിമീറ്ററാ? ഈ 7 സെന്റിമീറ്റർ നീളമുള്ള വര. താഴത്തെ വരയാണ് 6 സെന്റിമീറ്റർ. അതിന് പാരലായിട്ട് കൊണ്ടുവച്ചാൽ ആ വരയുടെ നീളം 6 തന്നെയല്ലേ വരത്തുള്ളൂ. അതിനാണ് എങ്ങനെ വരച്ച് കാണിച്ചേക്കുന്നത്? ചരിഞ്ഞ്. എന്ന് വെച്ചാൽ 6-നേക്കാൾ നീള കൂടുതലുണ്ട്. 6-നേക്കാൾ ഇങ്ങനൊരു വര വെച്ചേക്കുന്നു. ഇതിപ്പോ 6 സെന്റിമീറ്റർ ഉണ്ട്. ഇത് മുകളിലോട്ട് പോകും തോറും വരയ്ക്ക് നീളം കൂടുവാണോ നീളം കുറയുവാണോ ചെയ്യുന്നത്? പേന വെച്ചാണോ വരയുടെ നീളം അളക്കുന്നത്? പേന വെച്ചാണോ വരയുടെ നീളം അളക്കുന്നത്? പക്ഷേ ഏത് വരയുടെ നീളം അളക്കുന്നേ? ഇവിടം തൊട്ട് ഇവിടം വരെ അല്ലേ വരയുടെ നീളം അളക്കുന്നേ? ആണോ? ഹലോ, ഈ 7 സെന്റിമീറ്റർ നീളമുള്ള വര കണ്ടോ? ഈ വരയാണ് നമുക്ക് എത്ര ഈക്വൽ പാർട്ട് ആക്കേണ്ടത്? 3 ഈക്വൽ പാർട്ട് ആക്കേണ്ടത്. ഇനി ചോദ്യം, ഈ 7 സെന്റിമീറ്റർ നീളമുള്ള വരയെ അവര് 4 പേര് 3 ഈക്വൽ പാർട്ട് ആക്കുമോ? ആക്കുമെങ്കിൽ ആക്കും, ആക്കത്തില്ലെങ്കിൽ ആക്കും. കാരണം അതല്ലേ ഇച്ചിരി മുമ്പേ നമ്മൾ പഠിച്ചത്. ഒരേ അകലത്തിൽ കിടക്കുന്ന പാരലൽ ലൈൻ സമാന്തര വരകൾ മറ്റേതൊരു വരയെയും ഈക്വലായിട്ട് എന്ത് ചെയ്യും? കട്ട് ചെയ്യും. അപ്പൊ ഈ 7 സെന്റിമീറ്റർ നീളമുള്ള വരയെ ഈക്വലായിട്ട് കട്ട് ചെയ്യത്തില്ലേ? കട്ട് ചെയ്യുവോ? അപ്പൊ 7-നെയാണ് കട്ട് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ആദ്യം ആരെയും എടുത്തത്? 6-നെ എടുത്തേ. 6-നെ നമുക്ക് 2 സെന്റിമീറ്റർ വീതം നീളത്തിലുള്ള 3 തുല്യ കഷ്ണമായിട്ട് ആദ്യം വെക്കാം. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആരെ മുറിക്കാൻ പറ്റും? 7-നെ മുറിക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഐഡിയ പിടി കിട്ടിയോ? നോട്ടിനകത്ത് നോക്കിക്കേ. ഫസ്റ്റ് ഡ്രോ എ ലൈൻ 6 centimeter long and draw on it perpendiculars 2 centimeters apart. From any point on the first perpendicular, draw an arc of radius 7 centimeters and mark the point when it cuts the last perpendicular. Joining these 2 points, we get a 7 centimeter long line cut into 3 equal parts. അപ്പോ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ
നമ്മൾ ഇൻസ്ട്രുമെന്റ് ബോക്സ് വെച്ചിട്ടുള്ളതിന്റെ കൺസ്ട്രക്ഷൻ ചെയ്യും. ഇനി ഒന്നുകൂടെ നോക്കിക്ക് എന്ത് പറഞ്ഞേക്കുന്നേ, ഫസ്റ്റ് ഡ്രോ എ ലൈൻ. മിത്ര പോയോ? വായിച്ചേ. ഫസ്റ്റ് ഡ്രോ എ ലൈൻ 6 സെന്റിമീറ്റർ ലോങ്. നിങ്ങൾ ആദ്യം എന്തോ ചെയ്യണം, 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കണം. എന്നിട്ട് ആൻഡ് ഡ്രോ ഓൺ ഇറ്റ് പെർപെൻഡിക്കുലേഴ്സ് 2 സെന്റിമീറ്റർ എപ്പാർട്ട്. ഈ 6 സെന്റിമീറ്റർ നീളമുള്ള വരയിൽ 2 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ എന്ത് വരയ്ക്കുക? സാറേ അശ്വിനി ഏതായിട്ട് പോയോ? എത്ര സെന്റിമീറ്റർ നീളമുള്ള വരയെ മുറിക്കാനാണ്? അതിനുവേണ്ടി നമ്മൾ ആദ്യം ആരെ എടുത്തു? 6 എടുത്തു. കാരണം 7 തൊട്ട് താഴെ 3 തുല്യ കഷ്ണമായി മുറിക്കാൻ പറ്റുന്ന ആള് 6. അതുകൊണ്ടാണ് 6 സെന്റിമീറ്റർ നീളമുള്ള വര വരച്ചത്. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു? ആ വരയിൽ 2 സെന്റിമീറ്റർ അകലത്തിൽ 1, 2, 3, 4 പെർപെൻഡിക്കുലാർ ലൈനുകൾ വരച്ചു. അവിടെ വരെ കുഴപ്പമൊന്നുമില്ലല്ലോ. ബാക്കി വായിച്ചാട്ടെ. ഫ്രം എനി പോയിന്റ് ഓൺ ദി ഫസ്റ്റ് പെർപെൻഡിക്കുലാർ ലൈൻ. നോക്കാം, ഒന്നാമത്തെ പെർപെൻഡിക്കുലാർ ലൈനിലെ ഒരു പോയിന്റ് നമ്മൾ എടുത്തു. ഒരു പോയിന്റ് നമ്മൾ ഈ പോയിന്റ് കണ്ടല്ലോ. ബാക്കി വായിച്ചാട്ടെ. ഡ്രോ ആൻ ആർക്ക് ഓഫ് റേഡിയസ് 7 centimeters and mark the point when it cuts the last perpendicular. ഈ ഐഡിയയിലാണ് നമ്മൾ അടുത്ത ദിവസം വരയ്ക്കാൻ പോകുന്നത്. ഇനി നമ്മൾ കോമ്പസ് എടുത്തിട്ട് അതിന്റെ ഒരു അറ്റത്ത് പെൻസിൽ വെക്കാൻ മറക്കരുത്. അല്ലാതെ കോമ്പസ് മാത്രം എടുത്തിട്ട് കാര്യമില്ല. ആ കോമ്പസിന് ഒരു 7 സെന്റിമീറ്റർ അകലം എടുക്കണം. എത്ര സെന്റിമീറ്റർ ആണ്? കോമ്പസിന്റെ മുന വേണ്ട ഈ പോയിന്റിൽ കുത്തണം. ഹലോ, ഈ പോയിന്റിൽ. എന്നിട്ട് ഈ ലാസ്റ്റിലത്തെ പെർപെൻഡിക്കുലാർ ലൈനിനെ ഒന്ന് കട്ട് ചെയ്യത്തക്ക വിധത്തിൽ എന്ത് ചെയ്യണം? ഒരു വര വരയ്ക്കണം. വരയല്ല, ഒരു ആർക്ക് വരയ്ക്കണം. എന്ത് വരയ്ക്കണം? അപ്പൊ എന്നിട്ട് അതിന് ബാക്കി വായിക്കട്ടെ. ജോയിനിങ് ദീസ് 2 പോയിന്റ്സ്. ആരെ രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്താൽ ഈ ആദ്യത്തെ പോയിന്റും ഇപ്പൊ കട്ട് ചെയ്ത പോയിന്റും കൂടെ ജോയിൻ ചെയ്താൽ വി ഗെറ്റ് a 7 centimeter long line cut into 3 equal parts. സിത്താരെ കത്തിയ പറഞ്ഞ ഐഡിയ. ഓക്കെ, അടുത്ത വരി വായിച്ചാട്ടെ. This is true. This is true even if the slanted lines are drawn instead of perpendicular but they meet. ഇങ്ങനെ പെർപെൻഡിക്കുലാർ ലൈൻ വരയ്ക്കാതെയും ഇവരെ എന്ത് ചെയ്യാം? ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യാം. പകരം എന്ത് വരച്ചാൽ മതി? പെർപെൻഡിക്കുലാർ ലൈൻ വരയ്ക്കുന്നതിന് പകരം എന്ത് വരച്ചാൽ മതി? പാരലൽ ലൈൻ വരച്ചാലും മതി. പക്ഷെ നമ്മൾ ക്ലാസ് വരയ്ക്കുന്നത് മൊത്തം അല്ല, പാരലൽ ലൈൻ്റെ ഐഡിയ വെച്ചിട്ടാണ് അടുത്ത ദിവസം ഇത് എന്ത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അടുത്ത ദിവസത്തെ ക്ലാസ് വരുമ്പോൾ എല്ലാവരുടെ കയ്യിലും വരയിടാത്ത ഒരു റഫ് ബുക്കോ റഫ് പേപ്പറും വേണം, ഇൻസ്ട്രുമെന്റ് ബോക്സും വേണം. ഓൺലൈൻകാർക്ക് ഇത്രയും ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഓക്കെ, ദേക്ക് ക്ലിയർ ആയോ? ഓക്കെ, ശരി. ഇപ്പടി പറയാം അനദർ പ്രോബ്ലത്തിന്റെ മുകളിൽ വരെ ഇതിലെ ഫിഗറുകളൊന്നും അത് പിന്നെ തൊഴിലുറപ്പുകാർ വരയ്ക്കൂ. ഇവിടം വരെ അത് ഇതൊന്നും മെഷർ ചെയ്ത് വരയ്ക്കണ്ട. ഈ ഒരു ഷേപ്പ് കിട്ടത്തക്ക വിധത്തിൽ റഫായിട്ട് വരച്ചാൽ മതി. കണ്ടോണ്ടോ? ഓൺലൈൻകാർക്ക് ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലേ?